ലക്ഷങ്ങൾ മുടക്കിയ കുടിവെള്ള പദ്ധതി മുടങ്ങിക്കിടക്കുന്നതിനാൽ ശുദ്ധജലക്ഷാമത്താൽ വലയുകയാണ് ഇടുക്കി ഉപ്പുതറ പഞ്ചായത്തിലെ അമ്പലപ്പാറ തപോഗിരിയിലെ 113 കുടുംബങ്ങൾ. വിവിധ ഘട്ടങ്ങളിലായി 79.5 ലക്ഷം മുടക്കിയിട്ടും ഇന്നും പദ്ധതി പൂർത്തീകരിച്ചിട്ടില്ല. കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ നാട്ടുകാർ വില കൊടുത്ത് കുടിവെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ്. ശാപം പിടിച്ച ഒരു കുളമായിട്ട് ഇത് മാറിയിരിക്കുക. ഇത് ഏതാണ്ട് മെമ്പർമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഫണ്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുളം. 2011-2012 ജില്ലാ പഞ്ചായത്തിന്റെ 31 ലക്ഷം ഉപയോഗിച്ച് തുടങ്ങിയതാണ് ഈ കുടിവെള്ള പദ്ധതി. പിന്നീട് 2012 ജനുവരിയിൽ പൈപ്പ് മാറാനും ചെക്കിടാൻ നിർമ്മിക്കുന്നതിനുമായി 46 ലക്ഷവും മോട്ടോർ സ്ഥാപിക്കുന്നതിനായി 2.5 ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്ത് നൽകി. 2018 പദ്ധതി ഉദ്ഘാടനം ചെയ്തു. എന്നാൽ മുടക്കിയ തുകയ്ക്ക് കണക്കുണ്ടെങ്കിലും പൊതുജനങ്ങൾക്ക് പ്രയോജനമില്ല. ഉപ്പുതറ അമ്പലപ്പാറ തപോഗിരിയിലെ 113 കുടുംബങ്ങളും ഇന്നും കുടിവെള്ളമില്ലാതെ വലയുകയാണ്. അമ്പലപ്പാറയുള്ളവരൊക്കെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ പോയി കോരി ചുമന്ന് കൊണ്ടുവന്ന് അതുങ്ങൾ കുടിക്കുന്നു. വേനൽക്കാലം ഇപ്പോൾ ഒരാഴ്ചയുടെ വെയിൽ നിന്നാൽ അവിടുത്തെ വെള്ളം കംപ്ലീറ്റ് പറ്റും. ഈ ജനങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം കിട്ടത്തില്ല. പിന്നെ ആരെങ്കിലും ചിലപ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്നാൽ ഈ ആറ്റിൽ വന്നാണ് ചിലപ്പം പിക്കപ്പുമായിട്ട് വന്ന് ഇവിടെ നിന്ന് വെള്ളം കോരി അമ്പലപ്പാറയ്ക്ക് കൊണ്ടുവന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അമ്പലപ്പാറ മേഖലയ്ക്കുള്ളത്. പ്രവർത്തനം തുടങ്ങിയതാകട്ടെ പഴയ മോട്ടോർ സ്ഥാപിച്ച്. ഇത് പണിമുടക്കി തുടങ്ങിയതോടെ കുടിവെള്ള വിതരണം നിലച്ചതാണ്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് 2.5 ലക്ഷം മുടക്കി വീണ്ടും മോട്ടോർ സ്ഥാപിച്ചു. 1 വർഷം തികയും മുമ്പ് ഇതും പണിമുടക്കി. ഈ മോട്ടോർ പഞ്ചായത്ത് അംഗം എടുത്തുകൊണ്ടുപോയെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇത് മാത്രമല്ല, പമ്പ് ഹൗസിലെയും നല്ല ഉപകരണങ്ങളും പൈപ്പുകളും കരാറുകാരനും കൊണ്ടുപോയെന്ന ആരോപണവുമുണ്ട്. പഞ്ചായത്ത് മെമ്പറോട് പല പ്രാവശ്യം പഞ്ചായത്ത് മെമ്പറോട് കമ്മിറ്റി വിളിക്കും, ജനകീയ കമ്മിറ്റി വിളിച്ചുകൊണ്ട് ഇതിനൊരു നടപടി ഉണ്ടാക്കല്ലേ, വിജിലൻസിന് പരാതി കൊടുക്കാൻ നമുക്കെന്ന് പറഞ്ഞിട്ട് മെമ്പർ പോലും അതിന് തയ്യാറെടുക്കാതെ കണ്ട് ഈ മെമ്പർ സ്വന്തമായിട്ട് കുറേ ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ നിന്ന് മോട്ടർ പൊക്കിക്കൊണ്ടുപോയി. അതിനകത്ത് ദുരൂഹതയുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് 2.5 ലക്ഷം രൂപ മുടക്കി വെച്ച മോട്ടർ എന്തുകൊണ്ട് പഞ്ചായത്ത് മെമ്പർ വന്ന് പൊക്കിക്കൊണ്ടു പോകാൻ കാരണം? എസ്റ്റിമേറ്റിലെ അപാകത മൂലം അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മാണം നടന്നത്. ഉറവയില്ലാത്തതിനാൽ പുഴ വരണ്ടാൽ കുളത്തിൽ വെള്ളമില്ലാതാകും. വർഷകാലത്ത് കോൺക്രീറ്റ് വിടവിലൂടെ മലിനജലം കുളത്തിൽ കയറുകയും ചെയ്യും. ഇത് പരിഹരിക്കുവാൻ ശുദ്ധീകരണ പ്ലാന്റിന് 10 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചെങ്കിലും തുടർ നടപടി ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അമ്പലപ്പാറ തപോഗിരിയിലെ 113 കുടുംബങ്ങളുടെ കുടിവെള്ള സ്വപ്നം അഴിമതി നിറഞ്ഞ പദ്ധതിയായി അവശേഷിക്കുകയാണ്. 1 കോടിക്കടുത്ത് മുടക്കി, 1 പതിറ്റാണ്ട് പിന്നിടുന്നു. എന്നിട്ടും അമ്പലപ്പാറ നിവാസികൾക്ക് കുടിവെള്ളം വേണമെങ്കിൽ വില കൊടുത്തു വാങ്ങണം. ഇതിന് മറുപടി പറയേണ്ടത് ബന്ധപ്പെട്ട അധികൃതരാണ്. വീഡിയോ ജേർണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.